Once again, welcome to our economics class. Last class la nammal central economic problems adinte reasons okke paranju. Now I am going to present these central economic problems with the help of a statistical device, that is production possibility frontier or production possibility curve. നമ്മൾ പറഞ്ഞു central economic problems, മൂന്ന് central economic problems പറഞ്ഞു. What to produce, how to produce, whom to produce. And these are related with resource allocation, efficient utilization of resources and growth of resources. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. Production possibility frontier is a statistical device used to present these central economic problems: allocation of resources, fuller utilization or efficient utilization, and growth of resources. Production possibility curve നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷെഡ്യൂൾ ആവശ്യമാണ്. നമുക്ക് ആ ഷെഡ്യൂൾ ഒന്ന് തയ്യാറാക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് നമ്മൾ അതിനെ പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, infinite goods and services are needed by an economy, but here we take only two goods because we present it in a two-dimensional diagram. ഇവിടെ ഞാൻ രണ്ട് ഗുഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, good 1 and good 2. good 1 is butter and good 2 is gun. എന്തുകൊണ്ടാണ് രണ്ട് ഗുഡ് മാത്രം ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്? ഇൻഫിനിറ്റ് ഗുഡ്സ് നമുക്ക് ആവശ്യമാണ്, പക്ഷേ നമ്മളിവിടെ ഒരു ഗ്രാഫിലേക്കാണ് ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്, ഒരു ടു ഡയമെൻഷണൽ ഡയഗ്രത്തിലേക്കാണ്. അപ്പൊ നമുക്ക് ആ ഇൻഫിനിറ്റ് ഗുഡ്സിനെ പ്രസന്റ് ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? രണ്ട് ഗുഡ് മാത്രം ചൂസ് ചെയ്തിരിക്കുന്നു. ഇനി ഈ ടേബിൾ നമ്മൾ നോക്കിക്കേ. ഫസ്റ്റ് കോളം പോസിബിലിറ്റീസ്, സെക്കൻഡ് കോളം പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് 1, തേർഡ് കോളം പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് 2. ഇവിടെ എ മുതൽ എഫ് വരെ ഞാൻ പോസിബിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോസിബിലിറ്റി എ. ഇവിടെ അവൈലബിൾ ആയ റിസോഴ്സസ് പൂർണ്ണമായും ഗണ്ണിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ബട്ടർ ഈസ് 0. ക്ലിയർ ആയല്ലോ? ഇതൊരു എക്സ്ട്രീം സിറ്റുവേഷനാണ്. ഇത് എക്കണോമിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്കറിയാം ഇൻഫിനിറ്റ് ഗുഡ്സ് വേണം. അപ്പൊ ഏതെങ്കിലും ഒരു ഗുഡിന് മാത്രമായി പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താ? നമുക്ക് പല ആവശ്യങ്ങളാണ്, പല ആൾക്കാരാണ്. അപ്പൊ അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ എക്കണോമിക്ക് സാധ്യമല്ല, ഏതെങ്കിലും ഒരു ഗുഡിന്റെ മാത്രം പ്രൊഡക്ഷൻ നടത്തിയാൽ. അടുത്ത പോസിബിലിറ്റി നമുക്കൊന്ന് നോക്കാം. പോസിബിലിറ്റി ബി. ഇവിടെ പോസിബിലിറ്റി ബിയിൽ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ, ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 15 യൂണിറ്റ്സിൽ നിന്ന് 1 യൂണിറ്റ് ബട്ടറിന് വേണ്ടി നമ്മൾ സഫർ ചെയ്യുന്നു. അപ്പോൾ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ എത്രയായി മാറി? 14 യൂണിറ്റ്സ് ആയി മാറി. അപ്പോ ഇവിടുത്തെ കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ പറയാം? ബിയുടെ കോമ്പിനേഷൻ 114. then next നോക്കിക്കേ, സി എന്ന പോസിബിലിറ്റി നോക്കിക്കേ. 14 യൂണിറ്റ്സ് നമ്മൾ ഗണ്ണിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ അതിൽ നിന്ന് 2 യൂണിറ്റ്സ് ബട്ടറിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. അപ്പൊ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ എത്രയായിട്ട് മാറി? 14ൽ നിന്ന് 12 യൂണിറ്റ്സ് ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്തത് വീണ്ടും അടുത്ത ഡി എന്ന പോസിബിലിറ്റി നമ്മൾ നോക്കുകയാണ്. ഇവിടെ ബട്ടറിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തിരിക്കുന്നു നോക്കിക്കേ, 3 യൂണിറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 12 യൂണിറ്റ്സിൽ നിന്ന് 3 യൂണിറ്റ്സ് ബട്ടറിന് വേണ്ടി നമ്മൾ സഫർ ചെയ്തു, 9 യൂണിറ്റ്സ് ആയി മാറി ഗണ്ണിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അവിടുത്തെ കോമ്പിനേഷൻ 3, 9. ദെൻ അടുത്തത് നമുക്ക് നോക്കാം. ഇ എന്ന കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇ എന്ന പോസിബിലിറ്റി നോക്കിക്കേ. 9 യൂണിറ്റ്സിൽ നിന്ന് 4 യൂണിറ്റ്സ് നമ്മൾ ബട്ടറിന് വേണ്ടി മാറ്റി വെക്കുന്നു. ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 5 യൂണിറ്റ്സ് ആയി റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അടുത്ത എഫ് എന്ന കോമ്പിനേഷനിൽ പൂർണ്ണമായും നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് ബട്ടർ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 0. ഇതും നമ്മൾ എ എന്ന പോസിബിലിറ്റി പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? പോസിബിലിറ്റീസ്, രണ്ട് ഗുഡിന്റെ പ്രൊഡക്ഷൻ, അവൈലബിൾ ആയ റിസോഴ്സസ് നമ്മൾ എങ്ങനെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി എവിടെ എക്കണോമി ഏതെങ്കിലും ഒരു ഗുഡിന്റെ പ്രൊഡക്ഷന് വേണ്ടി
അഡീഷണൽ ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ മറ്റൊരു ഗുഡ് എന്ത് ചെയ്യേണ്ടതായി വരും? സഫർ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയല്ലോ? ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. It is the collection of all possible combination of goods and services produced in an economy with a given level of resources and technology. നമുക്ക് അവൈലബിൾ ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിന്റെ കോമ്പിനേഷനെ കളക്റ്റീവ്ലി നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് നമുക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ വീണ്ടും ആ ഷെഡ്യൂൾ ഒന്നുകൂടി ഒന്ന് നോക്കുക. ഒന്നൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു അഡീഷണൽ ഒരു കോളം കൂടി കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ ഷെഡ്യൂൾ വളരെ ഒന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് നോക്കിയാൽ നമുക്ക് എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 3 കോളംസ് ഞാൻ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നോക്കിക്കേ, ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 15ൽ നിന്ന് 14 യൂണിറ്റ്സ് ആയപ്പോൾ ആ അഡീഷണൽ നമ്മളിവിടെ ഒരു പ്രൊഡക്ഷൻ നടത്തി ബട്ടർ. അതായത് 15ൽ നിന്ന് 1 യൂണിറ്റ് ബട്ടറിന് വേണ്ടി നമ്മൾ സഫർ ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. ഇപ്പോ ഗണ്ണ് എത്രയായിട്ട് മാറി? 14 യൂണിറ്റ്സ് ആയിട്ട് മാറി. ആ സാക്രിഫൈസ് ചെയ്ത റേറ്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതോടെ നമുക്ക് നോക്കാം. ഗണ്ണിന്റെ പ്രൊഡക്ഷൻ 14 യൂണിറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് 2 യൂണിറ്റ്സ് ഞാൻ ബട്ടറിന്റെ പ്രൊഡക്ഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ആ 2 യൂണിറ്റ്സിനെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോ അഡീഷണൽ ഓരോ ഗുഡിന്റെ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും എത്ര യൂണിറ്റ് ആണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് ആ റേറ്റ് ആണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നോക്കിക്കേ, ഈ എന്ന കോമ്പിനേഷൻ നമുക്ക് നോക്കാം. 9 യൂണിറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 4 യൂണിറ്റ്സ് ബട്ടറിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തു. ആ 4 യൂണിറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഗണ്ണിന്റെ പ്രൊഡക്ഷൻ നോക്കിക്കേ. ക്ലിയർ ആയല്ലോ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്ലിയർ ആയല്ലോ? അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് സാക്രിഫൈസ് ഓഫ് ദ കമ്മോഡിറ്റി ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ കമ്മോഡിറ്റി. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ആ ഷെഡ്യൂളിൽ ഒന്നുകൂടെ നമ്മൾ നോക്കിയേ. ആ ഷെഡ്യൂളിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ത് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? ഫസ്റ്റ് 1 ആയിരുന്നു, പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് 2 ആയി, 3, 4, 5 അങ്ങനെ അത് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നോർമൽ കേസ്. ചില കേസിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താകാം? കോൺസ്റ്റന്റ് ആകാം. ഇവിടെ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഇൻക്രീസ് ചെയ്ത യൂണിറ്റ് ഇവിടെ നമ്മൾ കാണിച്ചത്. അതായത് ഓരോ യൂണിറ്റിന്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ആദ്യം 2 യൂണിറ്റ് ആയിരുന്നു, പിന്നെ അത് 3 ആയി, 4 ആയി. ഇനി അതല്ല, നമ്മൾ അഡീഷണൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അവിടെ ഓരോ യൂണിറ്റ് മാത്രമേ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അതല്ല, മറ്റൊരു കേസ് കൂടി നമുക്കുണ്ട്. അഡീഷണൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തും വരാം. ആദ്യം നമ്മൾ ഗണ്ണിന്റെ പ്രൊഡക്ഷന് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിന്നീട് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 5 യൂണിറ്റ്സ് നമ്മൾ ബട്ടർ പ്രൊഡക്ഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. അടുത്ത കേസിൽ അത് 4 ആകാം, പിന്നെ 3 ആകാം, 2 ആകാം, അങ്ങനെയും വരാം. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഇത് നമ്മൾ 2 പോസിബിലിറ്റിയോട് പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്യാം. അപ്പൊ അതിന് നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. അപ്പൊ ആ ഡയഗ്രാം പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്ക് വരാം. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ ഗ്രാഫ് ഒക്കെ വരച്ച് ഫസ്റ്റ് ഇയറിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാമെന്ന്. നമ്മൾ ആ ഷെഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ OX ആക്സിസിൽ നമ്മൾ ഗുഡ് 1 അല്ലെങ്കിൽ ബട്ടർ മാർക്ക് ചെയ്യുന്നു. OY ആക്സിസിൽ ഗുഡ് 2 അല്ലെങ്കിൽ ഗണ്ണ് മാർക്ക് ചെയ്യുന്നു. അറിയാമല്ലോ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന്? 0 to 5 ആയിരുന്നു ബട്ടറിന്റെ പ്രൊഡക്ഷൻ. അത് നമ്മൾ OX-ലും 15 വരെയുള്ള യൂണിറ്റ്സ് നമ്മൾ OY-ലും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കോമ്പിനേഷൻസ് നോക്കണം. ആദ്യത്തെ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? A എന്ന കോമ്പിനേഷൻ എങ്ങനെ വന്നായിരുന്നു? നിങ്ങൾ നോട്ട് ചെയ്തതാണല്ലോ. എങ്ങനെയായിരുന്നു വന്നിരുന്നത്? 0, 15. അപ്പൊ അവിടെ OX ആക്സിസിൽ 0, OY ആക്സിസിൽ ഇവിടെ വരും 15. ഫസ്റ്റ് പോയിന്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബട്ടറിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. 0-ൽ നിന്ന് എത്രയായിട്ട് മാറി?
1 യൂണിറ്റ് ആയി. ഗണ്ണിന്റെ പ്രൊഡക്ഷൻ എത്രയായിരുന്നു? 14 ആയിരുന്നു. ഇങ്ങനെ ഓരോ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് OX ആക്സിസിലും റെഡ്യൂസ് ചെയ്യുന്നത് OY ആക്സിസിലും മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻസ് ആണ് ഞാനിവിടെ BEDFC എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ കോമ്പിനേഷൻസിനെ ഫ്രീ ഹാൻഡ് കർവിലൂടെ നമ്മൾ അതിനെ ജോയിൻ ചെയ്യുന്നു. കണ്ടല്ലോ, ഇത് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കരുത്, നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് ആണ്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. നോർമൽ കേസിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺകേവ് ടു ദി ഒറിജിനും ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനുള്ളിലായിട്ട് ഞാനൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്, എ. ഈ എ എന്ന പോയിന്റുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഞാനതിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്ത് മനസ്സിലാക്കുന്നു നോക്കിക്കേ, ഗണ്ണിന്റെ പ്രൊഡക്ഷൻ ഇത്ര യൂണിറ്റ് ആയിരുന്നു, ബട്ടറിന്റെ പ്രൊഡക്ഷൻ ഇത്രയും ആയിരുന്നു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഗുഡിന്റെയും പ്രൊഡക്ഷൻ നടത്തി അത് എത്ര യൂണിറ്റ് ആണ് എന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ചെയ്യാമായിരുന്നു? മാക്സിമം നമുക്ക് ഗണ്ണിന്റെ പ്രൊഡക്ഷൻ ഇത്രത്തോളവും അതുപോലെ ബട്ടറിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഇത്രയും ബട്ടറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് നടത്താമായിരുന്നു. പക്ഷേ നമ്മൾ അത്രത്തോളം ചെയ്തിട്ടില്ല, നമ്മൾ രണ്ടിന്റെയും പ്രൊഡക്ഷൻ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, മാക്സിമം പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയിട്ടില്ല. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നേ? ഈ പോയിന്റ് എന്താണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഷോസ് ദ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓർ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ എ എന്ന പോയിന്റ് മാത്രമേ ഇൻഎഫിഷ്യൻസിയെ കാണിക്കുന്നുള്ളൂ? അല്ല, any point lying below the production possibility frontier shows the inefficient utilization of resources. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിനുള്ളിലായി എവിടെ ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും അതെല്ലാം എന്തിനെ കാണിക്കും? ഈ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷനെ കാണിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ എനി പോയിന്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണെങ്കിലോ ഇറ്റ് ഷോസ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനിയും ഞാനിവിടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന് വെളിയിലായി മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, എക്സ് എന്നൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇറ്റ് ഷോസ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇനി ഇതിനപ്പുറത്തേക്ക്, അതായത് ഞാൻ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ആകാം. അതെന്താണ്, എന്തിനെ കാണിക്കുന്നതായിരിക്കും? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ രണ്ട് ഗുഡിന്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനു മാത്രം എന്തുണ്ടായിരിക്കണം? അത്രത്തോളം റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അപ്വേർഡ് ഷിഫ്റ്റിംഗിൽ കാണിച്ചാൽ, അല്ലെങ്കിൽ എനി പോയിന്റ് എബവ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഷോസ് ദ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ക്ലിയർ ആയല്ലോ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഏത് പോയിന്റ് ആയാലും, ബിലോ ദ പോയിന്റ് ആയാലും എബവ് ദ പോയിന്റ് ആയാലും. ഇനി അതല്ല, നമുക്ക് പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നത് ഈ കർവ് ഷിഫ്റ്റിംഗും കാണിക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഒരു അപ്വേർഡ് ഷിഫ്റ്റിംഗ് കാണിക്കാം, അതാണെങ്കിൽ ഗ്രോത്ത് ആണെന്ന് പറയാം. ഡൗൺവേർഡ് ഷിഫ്റ്റിംഗിലും വരയ്ക്കാം. അങ്ങനെ ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് കാണിച്ചാൽ അതെന്താണ്? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഡയഗ്രാം സ്കിപ്പ് ചെയ്ത് പോയിരുന്നു. അപ്പൊ നമുക്ക് ആ ഡയഗ്രത്തിലേക്ക് ഒന്ന് തിരികെ പോവാം. ഇനി നമ്മൾ ഈ ഡയഗ്രാം ഒന്നുകൂടി നോക്കിയേ. ഫസ്റ്റ് ഡയഗ്രാം ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡയഗ്രാം നോക്കിക്കേ. ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഷേപ്പ് എന്താണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് കേസും തേർഡ് കേസും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആവുന്നത് എങ്ങനെയാ? ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും മറ്റൊരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ആ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ അവിടെ സാക്രിഫൈസ് ചെയ്യുന്ന
ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വിൽ ബി എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രേറ്റ് ലൈൻ. തേർഡ് കേസിൽ നോക്കിക്കേ, ഓരോ അഡീഷണൽ യൂണിറ്റ് നടത്തുമ്പോഴും നമ്മൾ സഫർ ചെയ്യുന്ന യൂണിറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ആദ്യം 5 യൂണിറ്റ്സ് ആയിരുന്നു, പിന്നീട് ഇത് 4 ആയി, പിന്നീട് അടുത്ത പ്രൊഡക്ഷൻ നടന്നപ്പോൾ 3 യൂണിറ്റ്സ് ആയി, അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വിൽ ബി കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇവിടെ കണ്ടല്ലോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഷേപ്പ് എന്താണെന്ന് ക്ലിയർ ആയോ? രണ്ടാമത്തെ കേസും മൂന്നാമത്തെ കേസും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഫസ്റ്റ് കേസിൽ കോൺകേവ് ടു ദ ഒറിജിൻ when MOC is increasing. Second, downward sloping straight line, MOC is constant and MOC is decreasing, then the production possibility frontier will be convex to the origin. Clear ആയല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ എക്കണോമിയിൽ 3 പ്രോബ്ലംസ് ഉണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ 3 പ്രോബ്ലംസിനെയും നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? It depends upon the economic systems. നിങ്ങൾ 3 economic systems പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കണോമി. ഇവിടെ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം, ക്യാപിറ്റലിസം നമ്മളിവിടെ മാർക്കറ്റ് എക്കണോമി എന്നാണ് അറിയുന്നത്. സോഷ്യലിസം ആണെങ്കിലോ അത് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആകും. നമ്മൾ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ്? നമ്മൾ പഠിച്ചു ക്യാപിറ്റലിസത്തിൽ ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിലായിരിക്കും ഏത് ഫംഗ്ഷൻ ചെയ്യുന്നത്? ക്യാപിറ്റലിസം ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നാൽ സോഷ്യലിസം ആണെങ്കിലോ, സോഷ്യലിസത്തിന്റെ മോട്ടീവ് എപ്പോഴും സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. And it is owned and operated by public sector. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പോസിറ്റീവ് ഫീച്ചേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏത് സിസ്റ്റം നിലനിൽക്കുന്നത്? മിക്സഡ് എക്കണോമിക് സിസ്റ്റം പോകുന്നത്. അപ്പൊ നമ്മളത് നേരത്തെ പഠിച്ചു വെച്ച കാര്യമാണ്. ഇനി നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 3 സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിനെ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഈ സിസ്റ്റത്തിൽ, ഈ എക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് നോക്കാം. ക്യാപിറ്റലിസം ആണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എങ്ങനെയായിരിക്കും? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? The goods are produced for those people who have purchasing power in capitalism. ആർക്കാണോ പർച്ചേസിംഗ് പവർ ഉള്ളത് അവർക്ക് വേണ്ടിയായിരിക്കും ക്യാപിറ്റലിസ്റ്റുകൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ ടു പ്രൊഡ്യൂസ്, തീർച്ചയായും അവരേത് ടെക്നോളജി ഫോളോ ചെയ്യും? ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഫോളോ ചെയ്യും. ക്യാപിറ്റലിസം ആണല്ലോ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഡിസിഷൻസ് എടുക്കുന്ന ആരായിരിക്കും? അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആരായിരിക്കും ചെയ്യുക? It is ആരായിരിക്കും? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഓഫ് ദ മാർക്കറ്റ്, ദാറ്റ് ഈസ് പ്രൈസ് മെക്കാനിസം. ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് പ്രൈസ് മെക്കാനിസം ആണ് എന്ന് നമ്മളെ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. അതിതാണ് കാരണം, അവിടെ പർച്ചേസിംഗ് പവർ ഉള്ളവന് വേണ്ടിയിട്ടാണ് അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ആർക്ക് സാധിക്കും? മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ ഫോഴ്സസിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൈസ് മെക്കാനിസം എന്ന് പറയും. ഇനിയും സോഷ്യലിസം ആണെങ്കിലോ, ഇവിടെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗുഡ്സ് ആർ പ്രൊഡ്യൂസസ് ഫോർ ദോസ് പീപ്പിൾ ഹു ഹാവ് റിയലി നീഡ് ഇറ്റ്. ഇത് ആർക്കാണോ ആവശ്യം, ആർക്കാണോ അത്യാവശ്യം. അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ വെൽഫെയർ ആണ് നമ്മുടെ മോട്ടീവ്. അപ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കും ഇവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അവര് ഫോളോ ചെയ്യുന്ന ടെക്നോളജി, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ അവർ സോൾവ് ചെയ്യും? തീർച്ചയായും അവര് മാൻ പവർ ഉള്ള ഒരു എക്കണോമിയാണ്. അപ്പോൾ അവർ തീർച്ചയായും ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഫോളോ ചെയ്യും. ഇനിയും നമ്മൾ പറഞ്ഞു അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്, പബ്ലിക് സെക്ടർ ആണ്
അവരെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ ഓണർഷിപ്പ്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്ലാനിങ്ങിലൂടെ ആയിരിക്കും. ഒന്നുകിൽ അത് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ അവർക്കൊരു പ്ലാനിങ് അതോറിറ്റി ഉണ്ടാവാം. മിക്സഡ് എക്കണോമിക് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് ആയിരിക്കും. രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രോഫിറ്റ് മോട്ടീവും അതുപോലെ സോഷ്യൽ വെൽഫെയറും അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയും പ്ലാനിങ്ങിലൂടെയും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്തത് നമ്മൾ പറഞ്ഞു, അപ്പൊ നമ്മൾ എക്കണോമിക് സിസ്റ്റം ഒക്കെ പറഞ്ഞു, പ്രോബ്ലത്തിനെയൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇനി ഈ നമ്മുടെ എക്കണോമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിനൊരു പേര് പറയും. ദാറ്റ് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ്. ഇറ്റ് ഡീൽസ് ദ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ഈസ്. എക്കണോമി എന്താണ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഞാനിപ്പോ പറയുന്നു, പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും ഒക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ എക്കണോമിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ. പോസിറ്റീവ് എക്കണോമിക്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ. ഇറ്റ് ഈസ് ഫാക്ട്. ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം, ഡിമാൻഡ് സാനിറ്റൈസറിനും മാസ്കിനും ഉണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് അവിടെ ഒരു ഫാക്റ്റ് ആണ്. അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ദർ ഈസ് നോ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റ്. ഞാൻ പറയുന്നു, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആർ പോസിറ്റീവ്ലി റിലേറ്റഡ്. അതെന്താണ്? ഫാക്റ്റ് ആണ്. അതൊക്കെ പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഇനി എക്കണോമി എങ്ങനെ ആയിരിക്കണം, വാട്ട് ഇറ്റ് ഷുഡ് ബി, വാട്ട് ഇറ്റ് മൈറ്റ് ബി എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്താകും? നോർമേറ്റീവ് എക്കണോമിക്സ് ആകുന്നു. ഇറ്റ് ഡീൽസ് ദ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ought to be. There is value of judgment. എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അവിടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.